ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് കെയറിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോം മെയ്ഡായിട്ടുള്ള ഒറിഗാനോയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒറിഗാനോ നമ്മൾ പിസയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സീസണിങ് ആയിട്ടുള്ള ഐറ്റമാണ്. സീസണിങ് ചെയ്യാനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവറാണ് എപ്പോഴും ആ ഒരു പിസയ്ക്ക് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു ഐറ്റം ചേർക്കുമ്പോഴാണ് നന്നായി വരുന്നത്. ഇനി നമുക്ക് ഒറിഗാനോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൂർക്കലയാണ്. സാധാരണ ചെറിയ കുട്ടികൾക്കൊക്കെ ജലദോഷമൊക്കെ വന്നാൽ ഇത് വാട്ടിയിട്ട് അതിൻ്റെ നീരാണ് കൊടുക്കാറ്. അതേ സെയിം ഇലയാണ് ഇത്. കന്നിക്കൂർക്കല എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഇനി ഇത് എടുത്തതിന് ശേഷം നന്നായി കഴുകണം. നന്നായി കഴുകിയിട്ട് ഉണ്ട് ഇപ്പോൾ ഇത്. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണക്കുവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി അരിഞ്ഞ് അതും ഇനി വെയിലത്ത് നന്നായി ഉണക്കാൻ വയ്ക്കണം. ഇതാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്, അതായത് കൃഷ്ണ തുളസിയാണിത്. സാധാരണ കരിന്തുളസി എന്നൊക്കെ ഇതിനെ പറയപ്പെടാറുണ്ട്. ഇതും നന്നായി കഴുകിയതിന് ശേഷം ആ കൂർക്കലയുടെ കൂടെ തന്നെ ഉണങ്ങുവാൻ വെക്കണം. ഇതിപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു 4 ദിവസത്തോളം ഇങ്ങനെ വെച്ചാൽ മാത്രമേ അത് ഉണങ്ങി വരത്തുള്ളൂ. ഇത് ബേ ലീഫാണ്, അതായത് ബിരിയാണിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആ ഒരു ഇലയാണിത്. ഈ ഇല ഒന്ന് ഉണക്കിയെടുത്തതാണിത്. സാധാരണ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ കവറുകളിൽ നിറയെ ഒരു കവറിൽ തന്നെ നിറയെ ഇലയായിട്ട് ഇത് കിട്ടാറുണ്ട്. ആ ഇലയും ഈ ഒറിഗാനോ മിക്സിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളി നന്നായി ക്രിസ്പി ആയിട്ടുണ്ട്. അതിന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള കൂർക്കല നിങ്ങൾക്ക് 4 ദിവസത്തോളം വെയിലത്ത് വെച്ച് തന്നെ വേണമെങ്കിൽ ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാനിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ. ഇനി ഒരു മിക്സർ ജാർ എടുത്ത് അതിലേക്ക് കൂർക്കലയും തുളസിയും ചേർത്തതിന് ശേഷം, കൃഷ്ണ തുളസിയും അത് രണ്ടും നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 2 കായ്മുളക്, കുറച്ച് കുരുമുളക്, പിന്നെ ഉണങ്ങിയിരിക്കുന്ന ആ വെളുത്തുള്ളി അതും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. ഇത് ബേ ലീഫ് ഞാൻ ഉണങ്ങിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കൈകൊണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച ആ ഒരു കൂർക്കലയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് ഒന്നിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഇതൊന്ന് മിക്സർ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം നല്ല ഒരേ സൈസിലുള്ള നല്ല പൗഡറായി വന്നിട്ടുണ്ട്. അങ്ങനെ ഹോം മെയ്ഡ് ഒറിഗാനോ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിഗാനോ മിക്സ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് പിസയ്ക്കൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. വെറും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബേ ലീഫ് നമുക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെ നിങ്ങൾ ഇതിലേക്ക് ഉപയോഗിച്ചാൽ മതി. ബാക്കി എല്ലാ സാധനങ്ങളും വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.